എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 1 ശ്ലോകം 61, 62, 63, 64, 65, 66, 67, 68, 69 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കംസൻ ആ ഉണ്ണിയെ കൊല്ലാതെ തിരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വസുദേവരെ ഏൽപ്പിച്ചപ്പോ വസുദേവര് തിരിച്ചു പോന്നു. ഉള്ളിലത്ര സന്തോഷം തോന്നിയില്ല. എന്താ വെച്ചാൽ എപ്പോഴായി ദുഷ്ടന്റെ മനസ്സ് മാറുകയെന്ന് അറിയില്ലല്ലോ. വേഗം ദേവകീദേവിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ദേവി മാറോടണച്ചു. എന്താ ഇപ്പൊ അങ്ങനെയാണ് തോന്നിയത്. ഇപ്പൊ തൽക്കാലം ഒരു ദയ തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെയാവും, എപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ദേവകി എന്നും പറഞ്ഞു വസുദേവര്. അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഉണ്ണിയെ തിരിച്ചു കൊടുത്തത്. ഈ വിവരം അറിഞ്ഞു നമ്മുടെ നാരദ മഹർഷി. നാരദ മഹർഷിക്ക് വേഗം അവതാരമാവാൻ വൈകി. ആ കംസന്റെ ആ ക്രൂരതയ്ക്ക് ശക്തി കൂട്ടി ഭഗവാന്റെ അവതാരം വേഗത്തിലാക്കാന്ന് കരുതിയിട്ട് കംസന്റെ അടുത്ത് എത്തിയിട്ട് കംസനെ പീരി കയറ്റാണ് അടുത്ത ശ്ലോകങ്ങളില്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഗംഗണപതേ നമ. സംസരസ്വത്യേ നമ. ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 61. തഥേതി സുതമാദായ യയൗ ആനഗദുന്ദുഭി നാഭ്യനന്ദത തദ്വാക്യം അസതോ വിജിതാത്മന. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പുത്രനെ എടുത്തുകൊണ്ട് വസുദേവര് തിരിച്ചുപോയി എന്ന് പറയണു. എന്നാല് സ്വതേ ദുഷ്ടനാണ്, അസ്ഥിരചിത്തനാണ്. കംസന്റെ അപ്പോഴത്തെ വാക്കിനനുസരിച്ചിട്ട് ആന്തരമായ സന്തോഷം വസുദേവനുണ്ടായില്ല. ഉള്ളിലൊട്ടും സന്തോഷിച്ചില്ല. ശ്ലോകം 62, 63, 64 3 ശ്ലോകങ്ങളുടെയും കൂടി അർത്ഥം ഒന്നിച്ചാണ് പറയണത്. നന്ദാദ്യായേ വ്രജേ ഗോപ യാശ്ചാമീഷാം ജയോഷിത വൃഷ്ണയോ വസുദേവാദ്യാ ദേവക്യാദ്യായ ദുസ്ത്രിയ സർവേ വൈ ദേവതാ പ്രായ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദോ യേ ച കംസമനുവ്രതാഃ ഏതൽ കംസായ ഭഗവാൻ ശശംസാഭ്യേത്യ നാരദ ഭൂമേർഭാരായമാണാനാം ദൈത്യാനാം ച വധോദ്യമം. നാരദ മഹർഷി കംസനോട് പറഞ്ഞത് എന്താണെന്നത് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയുകയാണ്. ഭരതകുലത്തിൽ ഉത്ഭവിച്ച മഹാരാജാവേ, വസുദേവര് കുട്ടിയെയും കൊണ്ട് കംസന്റെ അടുത്ത് നിന്ന് പോയ ഉടനെ ആ നാരദ മഹർഷി കംസ സമീപത്തില് വന്നിട്ട് കംസന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഹേ കംസ, നിന്റെ ഹിതത്തെ അനുസരിച്ചിട്ടാട്ടോ ഞാൻ പറയണത്. ഞാൻ പറഞ്ഞത് കേട്ടോളൂ. ഈ ഗോകുലത്തിലുള്ള നന്ദഗോപര് മുതലായ ഗോപന്മാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ യശോദ മുതലായ സ്ത്രീകളും യദുകുലത്തിലുള്ള വസുദേവര് മുതലായ വൃഷ്ണികളും ദേവകി മുതലായ സ്ത്രീകളും ഇവരെ 2 കൂട്ടരെയും ഇവരുടെ ഭാര്യമാരെയും അനുസരിച്ചിരിക്കുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കംസന്റെ പക്ഷക്കാരായി തന്നെ ഇരിക്കുന്ന അക്രൂരാദികളും ദേവാംശ സംഭവന്മാരാണ്. മനുഷ്യാകൃതികളായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും ദേവതുല്യന്മാരാണ്. നീ മനസ്സിലാക്കിക്കോളൂ കംസ. എന്നാൽ ദേവകിയില് 8ാമതുണ്ടാകുന്ന പുത്രൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അല്ലേ കംസ. അതിനു മുമ്പുണ്ടാകുന്നവരോ വിഷ്ണുവിനെ സഹായിക്കാൻ വരുന്ന ദേവന്മാരുമാണ്. അവിടുന്ന് സാക്ഷാൽ കാലനേമിയുടെ അംശവുമാണ്. അതുകൊണ്ട് സ്വന്തം കാര്യത്തിൽ കുറച്ച് ജാഗ്രതയായിട്ടിരിക്കുന്ന നല്ലത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു നാരദ മഹർഷി. ഇതങ്ങോട്ട് കേട്ടില്ലേ? വേണ്ടത് ആലോചിച്ച് പ്രവർത്തിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത് കംസനോട്. പറയാനുള്ളത് പറഞ്ഞിട്ട് നാരദ മഹർഷി തിരിച്ചുപോയി. കംസനുള്ളിൽ അങ്ങോട്ട് കിട്ടുകിട്ട വിറയ്ക്കാൻ തുടങ്ങി. ഒരു ഭയം ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. നാരദ മഹർഷി എന്താ വിചാരിച്ചത്? ഭഗവാന്റെ അവതാരം വേഗത്തിലായാൽ തന്നെ പോലെയുള്ള ഭക്തന്മാർക്ക് സന്തോഷവും കംസനെ പോലെയുള്ള പാപികൾക്ക് വേഗത്തിൽ നാശവും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞത്. നാരദ മഹർഷി ഭഗവാൻ എന്നതിൽ പറഞ്ഞിരിക്കുന്നത് ഭൂത ഭവിഷ്യത്ത് കാര്യങ്ങളെ പറ്റിയൊക്കെ അറിവ്, അതെല്ലാം അറിയാനുള്ള ഒരു
സിദ്ധിയുണ്ട് നാരദ മഹർഷിക്ക് അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പും പല സ്ഥലത്തും ഭഗവാൻ നാരദൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഋഷേർ വിനിർഗമേ കംസോ യദൂന്മത്വാസുരാനിധി ദേവക്യാ ഗർഭസംഭൂതം വിഷ്ണും ച സ്വവധം പ്രതി. ഇങ്ങനെ പറഞ്ഞ് നാരദ മഹർഷി അങ്ങോട്ട് പോയില്ലേ. വസുദേവാദി യദുക്കള് ദേവാംശജാതന്മാരാണ്. തന്നെ കൊല്ലാനായി ദേവകി ഗർഭത്തിൽ ജനിക്കാൻ പോകുന്നവൻ മഹാവിഷ്ണുവാണ് എന്നും കംസൻ മനസ്സിലാക്കി. ദേവകീം വസുദേവം ച നിഗൃഹ്യ നികടേർഗൃഹേ ജാതം ജാതമഹൻ പുത്രം തയോ രാജനശങ്കയാ. അങ്ങനെ പിടിച്ചു കെട്ടവര് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു മന്ത്രിമാരെ, പടയാളികളെയൊക്കെ. ആ ദേവകിയും വസുദേവനും ചെങ്ങല കൊണ്ട് ബന്ധിച്ച് അവിടെ ജയിലിൽ കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ അവരെ രണ്ടുപേരും ചെങ്ങല കൊണ്ട് ബന്ധിച്ചു. അപ്പൊ ഇവർക്ക് ജനിക്കണ പുത്രൻ ഒരു സാധാരണ ശിശു ആയിരിക്കില്ല. അങ്ങനെയുള്ളവനെ എന്നെ കൊല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൻ അപ്രാകൃത സ്വരൂപനായിരിക്കും. ആ മഹാവിഷ്ണു തന്നെയാവും, മഹാവിഷ്ണുവിന്റെ സ്വരൂപമായിരിക്കും സ്വീകരിക്കുക എന്നുള്ള ഒരു ശങ്ക അപ്പൊ തന്നെ കേറി കംസന്റെ ഉള്ളില്. അത് ഭയം കൂടിയതോടുകൂടി എല്ലാ പുത്രന്മാരെ കൊന്നു. തിരിച്ചു കൊണ്ടുപോയ പുത്രന്മാരെയൊക്കെ കൊന്നു. പിന്നെയോ മാതരം പിതരം ഭ്രാതൃൻ സർവാംശ്ച സുഹൃദസ്തഥാ ഘ്നന്തി ഹ്യാസുതൃപോ ലുബ്ധാ രാജാനപ്രായശോ ഭുവി. ഇത്ര നികൃഷ്ടമായ കർമ്മം ആ വീരനായ കംസ എങ്ങനെ ചെയ്തതെന്നൊന്നും ആരും വിചാരിക്കണ്ട. അധമാധമന്മാരായ കംസനെ പോലെയുള്ള രാജാക്കന്മാര് കേവലം തന്റെ പ്രാണനെ രക്ഷിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവര്. അവർക്ക് ജനങ്ങളെ നന്നായിട്ട് ഭരിക്കണം എന്നൊന്നുമില്ല. അപ്പൊ 10 മാസം ഗർഭധാരണം, പിന്നെ പ്രസവം, പിന്നെ ബാലപരിപാലനം മുതലായിട്ടുള്ള ഇതൊക്കെ അനുഭവിച്ച ആ അമ്മയെ കൂടി ഹിംസിക്കും. സ്വന്തം അച്ഛനെ അമ്മയും കൂടി കൊല്ലാൻ അവര് മടിക്കില്ല. പിന്നെ അമ്മയെ കൂടി കൊല്ലാൻ മടിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ പിതാവിന്റെ കാര്യം പറയണോ? ഇങ്ങനെ ചെയ്യുന്നവര് സഹോദരന്മാരെയും സ്നേഹിതന്മാരെയും മറ്റു സാധാരണക്കാരെയും ഹിംസിക്കാൻ മടിക്കുന്നവരല്ല. അപ്പോ ഇതുപോലുള്ളവരാണ് എല്ലാ രാജാക്കന്മാരും എന്ന് വിചാരിക്കണ്ട. പക്ഷെ പ്രജാപരിപാലനത്താൽ അവരെ കുറച്ചുപേര് മാത്രം, ദുർലഭം ചിലര് പ്രജകളെ സംരക്ഷിച്ചുകൊണ്ട് ധർമ്മം അനുസരിച്ച് തന്നെ രാജ്യം ഭരിക്കുന്നവരുണ്ട്. ദുർലഭം ചിലര്. ആത്മാനമിഹ സഞ്ജാതം ജാനൻ പ്രാഗ്വിഷ്ണുനാഹതം മഹാസുരം കാലനേമിം യദുഭിഃ സവ്യരുധ്യത. താൻ കഴിഞ്ഞ ജന്മത്തിലെ കാലനേമി എന്നു പേരായിട്ടുള്ള മഹാസുരനായിരുന്നു. അന്ന് തന്നെ വിഷ്ണു ഹനിച്ചു. ഇപ്പോ കംസൻ എന്ന പേരോടുകൂടി ഇവിടെ ജനിച്ചിരിക്കുന്നു. യദുക്കള് തന്റെ വിരോധികളായിരിക്കുന്ന ദേവന്മാരാണ് എന്ന് നാരദം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങോട്ട് ഓർമ്മ വന്നു ഇതൊക്കെ കംസന്. അങ്ങനെ ആ പൂർവവൈരികളായ യദുക്കളോട് കലഹിക്കുക തന്നെ വേണം എന്ന് നിശ്ചയിച്ച് അവർക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങള് കണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് പിന്നെ കംസൻ. ഉഗ്രസേനം ച പിതരം യജുഭോജാന്ധകാധിപം സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേനാൻ മഹാബല. യദുക്കളെയും ഭോജന്മാരെയും അന്ധകന്മാരെയൊക്കെ വേണ്ട പോലെ സംരക്ഷിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുകയായിരുന്നു ഉഗ്രസേന മഹാരാജാവ്. അപ്പൊ ഇവരൊക്കെ കംസന്റെ ശത്രുക്കളായില്ലേ. കംസൻ വന്നു, ഇനി താനാണ് രാജ്യം ഭരിക്കാൻ എന്ന് ഉറച്ച് ഉഗ്രസേന മഹാരാജാവിനെയും തന്റെ അമ്മയും പിടിച്ച് കെട്ടി ജയിലിലടച്ചു. ഒരു വിഷമവുമില്ല ഒരു ദുഷ്ടത്തരം ചെയ്യാൻ. അഹങ്കാരികൾക്ക് എന്തും ചെയ്യാലോ. എല്ലാവരെയും ജയിക്കാൻ അന്യന്മാരുടെ സഹായം ആവശ്യമില്ല, അത്ര ശക്തനാണ്. അങ്ങനെ ശൂരസേന രാജ്യങ്ങളെ തന്റെ കീഴിലാക്കി രാജ്യസൗഖ്യത്തെ അനുഭവിച്ചു കൊണ്ടിരുന്നു കംസൻ. യദുക്കളെ കഴിയുന്നത്ര ഉപദ്രവിച്ചുകൊണ്ട് തന്നെ കംസൻ തന്റെ രാജ്യഭരണം തുടങ്ങി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ശ്രീകൃഷ്ണാവതാര ആരംഭേ പ്രഥമോധ്യായ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശമസ്കന്ധത്തിലെ ഈ 1-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.